ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പം നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള പോളിപ്ലോയിഡി, മ്യൂട്ടേഷൻ, ഹൈബ്രിഡൈസേഷൻ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ഒരു സെപ്പറേറ്റ് പോർഷൻ കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് എന്താണ് പോളിപ്ലോയിഡി, എന്താണ് മ്യൂട്ടേഷൻ, എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയണം. സോ മ്യൂട്ടേഷൻ എല്ലാവർക്കും അറിയാം, എന്താണ് ചേഞ്ച് ഇൻ ജീൻ ആണ് അല്ലേ. സോ നെക്സ്റ്റ് ഇസ് ഹൈബ്രിഡൈസേഷൻ ആണ്, ഫോർമേഷൻ ഓഫ് ഹൈബ്രിഡ് സ്പീഷീസ്. സോ ഹൈബ്രിഡ് സ്പീഷീസ് ഒരു ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ടാക്കി എടുക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പോളിപ്ലോയിഡി. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആക്കുന്ന അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യമാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ജീനുകളുടെ മൾട്ടിപ്ലൈ ആകുന്നു എന്നുള്ളതാണ്. സോ അതെന്താ ഞാൻ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ടൈപ്പ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ വേരിയേഷൻ. സോ ജനറ്റിക് മെറ്റീരിയൽ വേരിയേഷൻ രണ്ട് തരത്തിൽ ഉണ്ടാവാറുണ്ട്. ഒന്ന് പെർമനൻറ്റും ഒന്ന് ടെമ്പററിയും. ഓക്കെ, സോ ഫീനോടൈപ്പിക് വേരിയേഷൻ ആണ് ഫസ്റ്റ് വൺ. എൻവോൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന ചേഞ്ചുകളെയാണ് നമ്മൾ ഫീനോടൈപ്പിക് വേരിയേഷൻ പറയുക. അത് പെർമനൻറ്റുമല്ല ഹെറിഡിറ്ററിയും അല്ല, നമുക്ക് തലമുറകളായി കിട്ടുന്ന കാര്യമല്ല. നെക്സ്റ്റ് വൺ ഈസ് ജനറ്റിക് വേരിയേഷൻ ആണ്. ഇവിടെ എന്താ വെച്ചാൽ പെർമനൻ്റ് ആണ്, ഹെറിഡിറ്ററി ആണ്, നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന ഒരു കാര്യമാണ് ജനറ്റിക് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിമ്പിളാണ്, ഒരു ഇൻട്രഡക്ഷൻ ആണ്, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് മ്യൂട്ടേഷൻ ആണ്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു എൻവോൺമെന്റൽ കോസ് കാരണം ഉണ്ടാവുന്നതല്ല അല്ലേ ബേസിക്കലി മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതൊരു എവല്യൂഷണറി ചേഞ്ച് ആണ് ആൻഡ് ഇറ്റ് മേക്ക് പെർമനന്റ് ആയിരിക്കും, എവല്യൂഷണറി ചേഞ്ച് ആയിരിക്കും മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. So when a change occurs in genome of an individual which is not caused by environment ആയിട്ടല്ല, അല്ലാണ്ട് തന്നെ ഒരു ജീനോമിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്, അത് പെർമനന്റ് ആണ്, എവല്യൂഷണറി ചേഞ്ച് ആണ്, ഇറ്റ്സ് ടേംഡ് ആസ് മ്യൂട്ടേഷൻ. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമുക്ക് മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായ അഡൾട്രേഷൻ സംഭവിക്കും എന്തിൽ, ജനറ്റിക് മെറ്റീരിയൽസിൽ. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ജനറ്റിക് മെറ്റീരിയൽ അഡൾട്രേഷൻ ഇൻ ദ മീൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സഡൻ ചേഞ്ചസ് ആണല്ലോ. ഇനി അഡ്വാൻറ്റേജ് എന്താണ്, മോർഫോളജിക്കലി, അനോട്ടമിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈൽഡ് കൂട്ടാൻ പറ്റും അല്ലെ, പ്ലാന്റ്സിൻ്റെ അടുത്ത് നമുക്ക് ഈൽഡ് കൂട്ടാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം വെച്ചാൽ ഇത് സെൻസിറ്റീവ് ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് കണ്ടീഷൻസുകൾ, ഡിസീസൊക്കെ ഇതിനെ ബാധിച്ചേക്കാം അല്ലെ, അല്ലെങ്കിൽ ഗ്രോത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ഇനി ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ഉണ്ട്, ക്രോമോസോമൽ മ്യൂട്ടേഷൻ ഉണ്ട്, അതായത് എന്താണ് ചേഞ്ച് ഇൻ എമൗണ്ട് ഓർ പൊസിഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ്. ആൻഡ് പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ട്, അതായത് എന്താണ് ചേഞ്ചസ് ഇൻ സ്മോൾ പോയിന്റ് ഓഫ് DNA, ജീനിൽ മാറ്റങ്ങൾ വരുത്തുക. സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ ഉണ്ട്, അൺനോൺ റീസൺ ആണ്, ഇപ്പോഴും നമുക്കറിയില്ല, സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ആൻഡ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ ഉണ്ട്, ഒരു കെമിക്കൽ സബ്സ്റ്റൻസോ റേഡിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടർ കാരണം മ്യൂട്ടേഷൻ ഇൻഡ്യൂസ് ആകുന്നു എന്നുള്ളതാണ്. സോ ഈ മ്യൂട്ടേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഏജന്റുകളെ മ്യൂട്ടജൻസ് എന്നാണ് പറയുക. എന്താണ് മ്യൂട്ടജൻസ് എന്നാണ് പറയുക. സോ ബേസിക്കലി എന്താണ് ക്രോമസോമൽ മ്യൂട്ടേഷൻ, പോയിന്റ് മ്യൂട്ടേഷൻ, സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ and induced mutation. Okay, the various chemical mutagen are formaldehyde, nitrogen mustard anti-cancer drug ആണ്, bromouracil, nitrous acid, mercury chloride, aminopurines, പിന്നെ റേഡിയേഷൻ മ്യൂട്ടജൻ, എക്സ്റേ, ഗാമ റേസ്, UV റേസ്, റേഡിയോ വേവ്സ് ആണ്. സോ ബേസിക്കലി മ്യൂട്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്, ജീനോം ടൈപ്പിൽ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അഡൾട്രേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ സഡൻ ചേഞ്ച് ഇൻ ജീനോം ടൈപ്പ് ആണ് അല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലായി. അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് ഈൽഡ് കൂട്ടാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്താണ്, ചിലപ്പോൾ കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ക്ലൈമറ്റ് ചേഞ്ചുകളോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ചേഞ്ചുകളിലൊക്കെ ഡിഫറൻസുകൾ വരാം അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കാണിക്കാം അല്ലേ. ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇത്രയുമാണ് മ്യൂട്ടേഷനെ പറ്റി പറയാനുള്ളത്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ ഫോർ മ്യൂട്ടേഷൻ ആണ്. സോ ഇതൊരു എക്സ്ട്രാ ടോപ്പിക്കാണ്. ഒന്ന് ഇറാഡിയേഷൻ ഓഫ് poppy seed with cobalt 60 gire mutant which increase morphine content from 0.32 to 0.52%. സോ ഈ പോപ്പി സീഡ്സിൽ കൊബാൾട്ട് 60 വെച്ചപ്പോഴത്തേക്ക് മോർഫിൻ കണ്ടന്റ് 0.32 മുതൽ 0.52 മാറി എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. സ്വീറ്റ് ലിപ്പിൻസ് ബൈ എക്സ്റേ റേഡിയേഷൻ ഓഫ് മ്യൂട്ടജനായിട്ട് യൂസ് ചെയ്തു. ആൻഡ് എക്സ്പെരിമെന്റൽ പെർഫോംഡ് ഇൻ USA മെന്ത പിപ്പർറ്റ പ്ലാന്റിൽ നമ്മൾ എന്താണ് അഡോമിനേറ്റ് മ്യൂട്ടൻ ഫോർ വെർട്ടിക്കുലസ് റെസിസ്റ്റൻസ്. സോ വെർട്ടിക്കലിയും റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ
ഡോമിനൻറ്റ് മ്യൂട്ടൻ്റ് യൂസ് ചെയ്തു. അങ്ങനെ കുറച്ച് എക്സാമ്പിൾ. ഇത് എക്സ്ട്രാ ടോപ്പിക്കാണ്, പഠിക്കണം നിർബന്ധമൊന്നുമില്ല. സോ ഇൻ ഇന്ത്യ മ്യൂട്ടൻ സ്പീഷീസ് ഓഫ് ക്യാപ്സിക്കം ആനം. സോ ക്യാപ്സിക്കം ആനത്തിൽ മ്യൂട്ടൻ സ്പീഷീസ് ആണ് വിച്ച് ഇൻക്രീസ് ഈൽഡ് 20-60% ഓഫ് ക്യാപ്സിൻ. സോ നമുക്കതിൽ ക്യാപ്സിൻ്റെ അളവ് കൂട്ടി ബൈ ഐസൊലേറ്റിംഗ് ആൻഡ് ട്രീറ്റിംഗ് വിത്ത് സോഡിയം അസൈഡ് ആൻഡ് ഈഥൈൽ മീഥൈൽ സൾഫണേറ്റ്. സോ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെയാണ്, സോഡിയം അസൈഡും ഈഥൈൽ മീഥൈൽ സൾഫണേറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്തു, ക്യാപ്സിക്കം ആനത്തിൽ എന്ത് ചെയ്തു, ഇൻകോപ്പറേറ്റ് ചെയ്ത സമയത്ത് 20-60% ഈൽഡ് കിട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, എപ്പോഴും പറയുന്നത് എക്സ്റ്റേണൽ റെഫറൻസ് ആണ്, നമ്മുടെ സിലബസിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ എക്സ്റ്റേണൽ റെഫറൻസ് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പോളിപ്ലോയിഡി ആണ്. സോ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് വരും. ഇൻ ദ സ്റ്റേറ്റ് വെയർ എനി സെൽ ഓർ ഓർഗാനിസം കണ്ടെയ്ൻ മോർ ഓർ 2 more സെറ്റ് ഓഫ് ക്രോമോസോം, അതായത് ഒന്നെങ്കിൽ 2ൽ കൂടുതലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സെറ്റ് ഓഫ് ക്രോമോസോംസ് ഉണ്ടായിരിക്കും. ഇൻ മൾട്ടിപ്പിൾ സീരീസിലായിരിക്കും, 3x 4x 5x എന്ന് പറഞ്ഞിട്ടായിരിക്കും. സോ ഓൺ ഫ്രം ദ ബേസിക് ക്രോംസ് ഓർ ജീനം. സോ നമുക്കൊരു ബേസിക് ക്രോമോസോംസോ അല്ലെങ്കിൽ ബേസിക് ജീൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ സെറ്റുകൾ കൂടെ കാണിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി ടൈപ്പ് ഓഫ് പോളിപ്ലോയിഡി പറയുവാണെങ്കിൽ പോളിപ്ലോയിഡ് ടൈപ്സ് ആർ ലേബിൾഡ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ക്രോമോസോം സെറ്റ് ഇൻ ദ ന്യൂക്ലിയസ്. സോ പോളിപ്ലോയിഡി നമ്പർ അല്ലെങ്കിൽ നമ്മൾ ലേബിൾ ചെയ്യുന്നത്, ടൈപ്പ് ലേബിൾ ചെയ്യുന്നത് നമ്മൾ സെറ്റ് ഓഫ് ക്രോമോസോം വെച്ചിട്ടാണ് ന്യൂക്ലിയസിലുള്ള. ദ ലെറ്റർ എക്സ് ഈസ് യൂസ് ടു റെപ്രസെന്റ് ദ നമ്പർ ഓഫ് ക്രോമോസോം ഇൻ എ സിംഗിൾ സെറ്റ്. സോ ഈ ലെറ്റർ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ക്രോമോസോം ഇൻ എ സിംഗിൾ സെറ്റ്. ഒരു സിംഗിൾ സെറ്റിൽ എത്ര ക്രോമോസോം ഉണ്ട് എന്നുള്ളതാണ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അതിൽ തന്നെ ട്രൈപ്ലോയിഡ് ഉണ്ട്, 3 സെറ്റ്, 3x എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സ്റ്റെറൈൽ സാഫ്രോൺ ക്രോക്കസ് ഓർ സീഡ്ലെസ് വാട്ടർമെലൺ, ഓൾസോ കോമൺ ഇൻ ഫ്ലയം ടെർഡിഗ്ര. സോ 2-3 എക്സാമ്പിൾസ് നോക്കി വെക്കുക. ആൻഡ് ടെട്രാപ്ലോയിഡ് 4 സെറ്റ് ഉണ്ട്, 4x ഉണ്ട്, സാൽമോഡെ ഫിഷ്, ഗൊസിപ്പിയം, ഹിർസിറ്റിയം. ആൻഡ് ഹെക്സാപ്ലോയിഡ് 6 സെറ്റ്, 6x ഉണ്ട്, വീറ്റ്, കിവി ഫ്രൂട്ടൊക്കെ എക്സാമ്പിളാണ് കേട്ടോ. ഹെപ്പാറ്റോപ്ലോയിഡ് ആൻഡ് സെപ്റ്റോപ്ലോയിഡ് 7 സെറ്റ്, 7x ആണ്. ഒക്ടോപ്ലോയിഡ് ഒക്ടോപ്ലോയിഡ് ആണ്, 8 സെറ്റ് ആണ്. സോ ജനസ് ഓഫ് സ്ട്രജീനിയം ഫിഷ് അല്ലെങ്കിൽ ഡാഫ്ലിയാസ്. സോ ഡെക്കാപ്ലോയിഡ് 10 സെറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ സർട്ടൻ സ്ട്രോബെറീസ്. ആൻഡ് ഡൊഡി സെപ്ലോയിഡ്സ് 12 സെറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ സെലോസിയ അർജൻറ്റ ആൻഡ് സെപ്റ്റിനിക്ക അഗ്ലിക്ട ആൻഡ് ആംഫിയ, സെനോപ്പസ്, റുവൻസോറിയൻസിസ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. എക്സാമ്പിൾ പഠിക്കാൻ ഇച്ചിരി പാടാണ്. സോ ബേസിക്കൽ ടൈപ്പ് ഓഫ് പ്ലോയിഡി ജസ്റ്റ് നോക്കി വെക്കാൻ. നമുക്ക് പ്ലോയിഡി മാത്രം നോക്കുകൊണ്ട് എക്സാമ്പിൾസിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ സിലബസിൽ എക്സാമ്പിൾസിനെ പറ്റി മെൻഷൻഡ് അല്ല. പറ്റുവാണെങ്കിൽ 1-2 എക്സാമ്പിൾസ് നോക്കുന്നതിൽ കുഴപ്പമില്ല. മനസ്സിലാക്കുക എന്താണ്, നമുക്ക് നോർമലി ഉള്ള ബേസിക് ക്രോമോസോം അല്ലെങ്കിൽ ഓർ ജീനോമിൽ വരുന്ന മൾട്ടിപ്പിൾ അല്ലെങ്കിൽ മോർ ദാൻ 1-2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന മൾട്ടിപ്പിൾ സീരീസ് ഓഫ് സെറ്റുകൾ കാണുകയാണ് നോർമലി ചെയ്യുക കേട്ടോ. ഇതാണ് ബേസിക് കാര്യം. അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് പോളിപ്ലോയിഡി ഉണ്ട്, അതിൻ്റെ പേരുകൾ പഠിച്ച് വയ്ക്കുക കേട്ടോ. അതിൽ എത്ര സെറ്റുകളാണ് വരിക എന്ന് നോക്കി വയ്ക്കുക. നമ്മൾ നോക്കാൻ പോകുന്ന കോസ് ഓഫ് പോളിപ്ലോയിഡി കാരണം എന്തൊക്കെയാണ് കാരണം. ദ ഫസ്റ്റ് വൺ ഈസ് സെൽ ജനറേഷൻ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ഏജൻസ്, ആൻഡ് തേർഡ് വൺ ഈസ് കെമിക്കൽ ഏജൻസ് ആണ്. സോ എന്തൊക്കെയാണ് സെൽ ഡിവിഷൻ പറയുവാണെങ്കിൽ, ഡ്യൂറിങ് സെൽ ഡിവിഷൻ സെൽ നോട്ട് ഡിവൈഡ് പ്രോപ്പർലി, അത് സെല്ല് കറക്റ്റ് പ്രോപ്പർലി ഡിവൈഡ് ചെയ്യില്ല. ആൻഡ് ഡോട്ടർ സെൽ കണ്ടെയ്ൻ ടെട്രാപ്ലോയിഡി കണ്ടീഷൻ. സോ ഡോട്ടർ സെൽസിന് ടെട്രാപ്ലോയിഡി കണ്ടീഷൻ ഉണ്ടാവുകയാണ് നോർമലി ചെയ്യുക. സോ ഫിസിക്കൽ ഏജൻറ്റ് പറയുന്നത് ടെമ്പറേച്ചർ, ഷോക്ക്, സെൻട്രിഫ്യൂഗേഷൻ, എക്സ്റേ ഒക്കെ കാരണമാണ്. കെമിക്കൽ ഏജൻറ്റ് പറയുവാണെങ്കിൽ ലൈക്ക് കോൾച്ചിൻ, സൾഫനലമൈൻ ആൻഡ് മെർക്കുറസ് ക്ലോറൈഡ്, ഹെക്സാ ക്ലോറോ സൈക്ലോ ഹെക്സൈൻസ് ഒക്കെയാണ് എക്സാമ്പിൾ. സോ കോസുകൾ പഠിക്കുക, എക്സാമ്പിൾ പറ്റുന്നതൊക്കെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് പോളിപ്ലോയിഡി പറയുവാണെങ്കിൽ പുതിയ സ്പീഷീസ് ഉണ്ടാകും, കാരണം ഡിഫറെൻറ്റ് സെറ്റുകളല്ലേ ഫോം ചെയ്യുന്നത്. അഡാപ്റ്റബിലിറ്റി, വേരിയസ് ഹാബിറ്റേറ്റ് അനുസരിച്ച് അഡാപ്റ്റബിലിറ്റി വരും. കാര്യം നോക്കിയേ, ഷോക്കുകൾ വരുന്നു, ടെമ്പറേച്ചറുകൾ വരുമ്പം അതിൽ പോളിപ്ലോയിഡ് ഉണ്ടാവുമെന്ന് പറയുന്നത്, അപ്പോൾ പുതിയൊരു അറ്റ്മോസ്ഫിയറുമായിട്ട് അത് അഡാപ്റ്റബിൾ ആവും. ബയോകെമിക്കൽ വേരിയേഷൻ ഇൻ പ്ലാന്റ് ആൻഡ് മേ ഇൻക്രീസ് എമൗണ്ട് ഓഫ് ഫൈറ്റോ കോൺസ്റ്റൻസ്. സോ ഫൈറ്റോ കോൺസ്റ്റൻസ് കൂടാനുള്ള ചാൻസ് ഭയങ്കര ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ലൈക്ക് ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്. കോൾച്ചിൻ്റെ കാര്യം ഒന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മെയിൻ കോസ് ഓഫ് പോളിപ്ലോയിഡി. കോൾച്ചിൻ്റെ കാര്യത്തിൽ പറയുന്ന മെയിൻ കോസ് ഓഫ് പോളിപ്ലോയിഡി ആണ്. ഇറ്റ്സ് എൻ ആൽക്കലോയിഡ് ഒബ്റ്റൈൻഡ് ഫ്രം കോം ഓഫ് കോൾച്ചിക്കം ലൂട്ടം.
സോ നിങ്ങൾ പഠിക്കൂ കേട്ടോ. അതിൻ്റെ ബയോളജിക്കൽ സോഴ്സും ഫാമിലി ലീസിയാണ്. സോ ഇതിൽ നിന്നാണ് ബേസിക് സോഴ്സ്. എക്സ്ട്രാ പോയിന്റ് ആണ് ഇപ്പോഴും പറയുന്നു. ഇറ്റ് മെയിൻലി ആക്ടസ് അനാഫേസ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ ആൻഡ് പ്രിവെന്റ് സിസ്റ്റർ ക്രൊമാറ്റ്സ് ഫ്രം സെപ്പറേറ്റിംഗ് ഇൻ 2 ഡോട്ടർ ന്യൂക്ലിയൈ. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൽ ഡിവിഷൻ്റെ സെയിം കാര്യം തന്നെയാണ്. ഈ അനാഫേസ് സ്റ്റേജിൽ നടക്കുന്ന സെൽ ഡിവിഷനില്ലേ, ആൻഡ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുക. അതുമാത്രമല്ല പ്രിവെന്റ് സിസ്റ്റർ ക്രൊമാറ്റിഡ് ഫ്രം സ്പ്രെഡിങ് ഇൻ 2 ഡോട്ടർ ന്യൂക്ലിയൈ. ഈ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണല്ലോ 2 ഡോട്ടർ ന്യൂക്ലിയൈ ആയിട്ട് സെപ്പറേറ്റ് ആവുന്നത്. ആ സെപ്പറേറ്റ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നു. ദീസ് ക്രൊമാറ്റിഡ്സ് റിമെയിൻ അറ്റാച്ച് ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സെൽ ഓൺ ഫെർദർ സെൽ ഡിവിഷൻ കോസ് പോളിപ്ലോയിഡി. സോ എന്ത് ചെയ്യുന്നു, അത് അവിടെ റിമെയിൻ അവിടെ തന്നെ അറ്റാച്ച് ആയിരിക്കുകയും അത് കാരണത്താലാണ് ഈ പോളിപ്ലോയിഡി ഉണ്ടാവുന്നു എന്നാണ് ഈ കോൾസിൻ്റെ കാര്യത്തിൽ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മെക്കാനിസവും ആക്ഷനും എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വായിച്ച് നോക്കുക. അത് അത്ര കാര്യമില്ല. കോൾസിനും എക്സാമ്പിൾ ഉണ്ടെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾ ആണെന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതിയായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് എക്സ്ട്രാ ക്രോമസോമൽ ആണ്. സോ ഇൻ ചില പ്ലാന്റുകളിൽ എക്സ്ട്രാ ക്രോമസോംസ് കാണിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഡത്തൂറ സ്ട്രമോണിയം ഹാവിംഗ് 25 chromosomes like 2n+1 show 136% increase in alkaloid content. സോ ഇങ്ങനെ എക്സ്ട്രാ ക്രോമസോം വരുമ്പോൾ ആൽക്കലോയിഡ് കണ്ടന്റുകൾ കൂടുതൽ കാണിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതായത് 1 or more chromosome which are extra to its somatic number. സോ somatic number പ്ലസ് എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ 2n+1 പോലെ. നെക്സ്റ്റ് ഈസ് കീമോ ഡീംസ് ഓർ കെമിക്കൽ റേസസ് ആണ്. സോ ദീസ് ആർ ദ കെമിക്കൽ സെപ്പറേറ്റ് ഗ്രൂപ്പ് വിത്ത് സ്പീഷീസ്. സോ സ്പീഷീസ് അനുസരിച്ചിട്ട് കെമിക്കൽ സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നു. ദീസ് ആർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ഓർ സ്പീഷീസ് വിച്ച് ഹാസ് സിമിലർ മോർഫോളജി ക്യാരക്ടർ ബട്ട് ഡിഫറെൻറ്റ് കെമിക്കൽ കോൺസ്റ്റന്റ്. കാണുമ്പോഴും തൊടുമ്പോഴും മീൻസ് പറിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒരുപോലെ തോന്നും, പക്ഷേ അതിൻ്റെ കെമിക്കൽ കോൺസ്റ്റുവൻസിൽ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും. അതിനാണ് കെമിക്കൽ റേസസ് അല്ലെങ്കിൽ കീമോഡേംസ് എന്ന് പറയാം കേട്ടോ. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഡിഗ്രിക്കാർക്ക്. സോ നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷൻ. എല്ലാവർക്കും അറിയാം ഹൈബ്രിഡൈസേഷൻ എന്താണെന്നറിയാം അല്ലേ? എന്താണ്? അതായത് പുതിയ ഹൈബ്രിഡുകൾ പ്രൊഡ്യൂസ് ചെയ്തുണ്ടാക്കുന്നു. ഈ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ വെജിറ്റബിൾ സോഴ്സിൻ്റെ മേജർ ഒരു ഭാഗവും ഹൈബ്രിഡൈസേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ എന്താണ്, 2 ബെറ്റർ ക്വാളിറ്റി ഉള്ള സ്പീഷീസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറുകൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. സോ ടൈപ്പ് ഉണ്ട്, മോണോ ഹൈബ്രിഡ് ഉണ്ട്. സോ ദ ഹൈബ്രിഡ് ഈസ് ഡിഫറെൻറ്റ് ഇൻ 1 pair ഓഫ് ക്യാരക്ടർ. അതായത് ഇതിനകത്ത് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ ഏതെങ്കിലും 1 pair ഓഫ് ക്യാരക്ടർ ആയിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കുക കേട്ടോ. സോ മോണോ ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഇതിൽ ഈ 2 ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഒരു ക്യാരക്ടർ മാത്രം ഡിഫറൻസ് ഉണ്ട്. ദ ഹൈബ്രിഡ് ഈസ് ഡിഫറെൻറ്റ് ഇൻ 1 pair ഓഫ് ക്യാരക്ടർ. ആൻഡ് നെക്സ്റ്റ് ഡൈ ഹൈബ്രിഡ് ആണ്, ഡിഫറെൻറ്റ് ഇൻ 2 pair ഓഫ് ക്യാരക്ടർ. 2 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും 2 പെയറിൽ കേട്ടോ. ഇനി ട്രൈ ഹൈബ്രിഡ് ഉണ്ട്, ടെട്രാ ഹൈബ്രിഡ് ഉണ്ട്, പെൻറ്റ ഹൈബ്രിഡ് ഉണ്ട്, പോളി ഹൈബ്രിഡ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് വീണ്ടും മാറിക്കൊണ്ടിരിക്കും. സോ ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മോണോ ഹൈബ്രിഡ് ആണെങ്കിൽ എന്താണ്, ഡിഫറെൻറ്റ് ഇൻ 1 pair ഓഫ് ക്യാരക്ടർ. ഏതെങ്കിലും ഒരു പെയർ ഓഫ് ക്യാരക്ടറിൽ മാത്രമായിരിക്കും ഈ ഹൈബ്രിഡിൽ ഡിഫറൻസ് വരിക. മറ്റൊരുതാണെങ്കിൽ 2 പെയർ, അങ്ങനെ മാറി. അഡ്വാൻറ്റേജ് ആണെങ്കിൽ നമുക്ക് സിംഗിൾ വെറൈറ്റി വിത്ത് ഫേവറബിൾ ക്യാരക്ടർ കിട്ടും. അത് നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇനി അതുമാത്രമല്ല പാരൻറ്റിൻ്റെക്കാളും പുതിയ ഡെവലപ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല ദ ടെക്നിക്ക് ഈസ് യൂസ് ഇൻ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഗീവ് മോർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. നമുക്ക് മെറ്റബോളൈറ്റ്സുകൾ കൂട്ടുക, ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള വെറൈറ്റികൾ ഉണ്ടാക്കുക. പുതിയ ടെക്നിക്ക് ഓഫ് ഹൈബ്രിഡൈസേഷന് ലൈക്ക് പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചറിനൊക്കെ എന്താണ് എൻഹാൻസ് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി ടിഷ്യൂ കൾച്ചറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ വെറൈറ്റി, പുതിയ ഡിസീസ് ഫ്രീ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈബ്രിഡൈസേഷൻ കൊണ്ട് ഉള്ള ഉപയോഗം കേട്ടോ. സോ നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നുണ്ട് മെന്ത പിപ്പറിറ്റ ഈസ് ഇൻ ഹൈബ്രിഡ് ഓഫ് മെന്ത അക്വിറ്റിക്ക ആൻഡ് മെന്ത സ്പിക്കാറ്റ ഈസ് മോർ വോളറ്റൈൽ ഓയിൽ പ്രൊഡക്ഷൻ. സോ മോർ വോളറ്റൈൽ ഓയിൽ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്ത് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ സ്പർപ്യൂറേറ്റത് ആൻഡ് സൊളേനിയം ഇനാക്കനം. നമുക്ക് ബേസിക്കലി പഠിക്കേണ്ടത് മെന്ത പിപ്പറിറ്റിക്കയും ഡിജിറ്റൽ സ്പർപ്യൂറയും വിതാനിയം സൊംനിഫറയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് എടുക്കാം. സോ സൗത്ത് ആഫ്രിക്ക വെറൈറ്റി ഗിവ് 3 ന്യൂ വിതാനോലോഡ്സ്. സോ ബേസിക്കലി പുതിയ 3 വെറൈറ്റി കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട് വിതാനിയം സൊംനിഫറയുടെ കാര്യത്തിൽ. ഡിജിറ്റൽ സ്പർപ്യൂറിൽ ഡിജിറ്റാലിസ്
Lanata give new lendocytes production. So basically digitalis purpura എന്തു digitalis ലെൻഡയിൽ പുതിയ ലെൻഡോസോയിഡ്സ് പ്രൊഡക്ഷനിൽ പുതിയത് കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. സോ ജസ്റ്റ് പറ്റുന്ന എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ, നോക്കി വെക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കൺസർവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സിലബസിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം ചില പ്ലാന്റുകൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡിമാൻഡ് കൂടുന്ന കാരണമാകാം, അല്ലെങ്കിൽ അത് ഡാമേജിങ് അല്ലെങ്കിൽ ഡിറ്റോറേഷൻ, അല്ലെങ്കിൽ എന്താണ് ഈവൻ ദോ വംശനാശം സംഭവിക്കുന്ന ചെടികൾ പോലും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ്ലി നമുക്ക് വളർത്തിയെടുക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യം എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കൊരു ചില ചെടികളൊന്നും പണ്ടത്തെ കാണറില്ല. ഇപ്പം എൻ്റെ കിരീടം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചെടിയുണ്ട്, ഒന്നും ഇപ്പോഴും കാണണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഇനി മെത്തേഡ് ഓഫ് കൺസർവേഷൻ രണ്ട് തരത്തിലുള്ളത്, ഇൻസൈറ്റു കൺസർവേഷൻ ആൻഡ് എക്സൈറ്റു കൺസർവേഷൻ. ഈ രണ്ട് കാര്യം മാത്രം നിങ്ങളിവിടെ നോക്കിയാൽ മതി, അധികമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ എക്സ്ട്രാ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. സോ കൺസർവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ചില ചെടികൾ. അപ്പോൾ അത് ഡാമേജ്ഡ് ഒക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. സോ നോക്കാവുന്ന ഇൻസൈറ്റു കൺസർവേഷൻ ആണ്. ഇൻസൈറ്റു കൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിൽ ഒരു മാറ്റവും വരുത്താതെ നമ്മൾ ആ ചെടികളെയും ആ മെഡിസിനൽ പ്ലാന്റ്സിനെയും വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ സോ ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഫാമേഴ്സിന്റെ ഹെൽപ്പ് കൊണ്ടിട്ടോ, അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഹെൽപ്പ് കൊണ്ടിട്ടോ ആയിരിക്കും. ഇനി അതുമാത്രമല്ല, ഈ അഗ്രികൾച്ചർ ചെയ്യുന്ന മെത്തേഡ് ട്രഡീഷണൽ ആയിരിക്കും. പിന്നെ ന്യൂ ടെക്നിക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്, ബട്ട് സ്റ്റിൽ ആ ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റ് അങ്ങനെ കീപ്പ് ചെയ്ത് വെക്കും. ഇനി എക്സൈറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബയോഡൈവേഴ്സിറ്റി, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാക്സിമം ഈൽഡ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എക്കണോമിക്കലാക്കി, എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എക്സൈറ്റു കൺസർവേഷൻ. സോ ഇൻസൈറ്റു എക്സൈറ്റു തിരിഞ്ഞു പോരുത് കേട്ടോ. സോ നമുക്കിത് മെയിൻറ്റെയിൻ ആണ് കൂടുതലും ചെയ്യുക. ഒറിജിനൽ ലൊക്കേഷനിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മളതിനെ പറിച്ചു നടുന്ന പരിപാടി, നമ്മൾ നഴ്സറി പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നടില്ലേ, ആ ഒരു പരിപാടി തന്നെയാണ് എക്സൈറ്റുവിൽ ചെയ്യുന്നത് കേട്ടോ. ഈ രണ്ടുമാണ് എൻ്റെ ബേസിക് ഡിഫറൻസ്. എക്സൈറ്റു കൺസർവേഷൻ ഒരുപാട് ടെക്നിക്കലുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻ വിട്രോ റീജനറേഷൻ ആണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സ് അല്ലെങ്കിൽ എക്സ്പ്ലാന്റുകളെ ഡിസീസ് ഫ്രീ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വളർത്തിയെടുക്കുന്നു, ജനറ്റിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ എക്സ്പ്ലാന്റിനെ കൊണ്ടുവരുന്നു, ഡിസീസ് ഫ്രീ കണ്ടീഷനിൽ നമ്മൾ ഇന്ന് വളർത്തിയെടുക്കുന്നു, ജനറ്റിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു. അവരിൽ ബാക്കിയുള്ളൊരു മാറ്റവും വരില്ല. എൻ്റെ യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ കിട്ടുന്നു. പിന്നെ മെഡിസിനൽ പ്ലാന്റ്, അറോമാറ്റിക് പ്ലാന്റ്സ് ഒക്കെയാണ് കൂടുതലും ഈ ഒരു രീതിയിൽ ചെയ്യുക. പക്ഷെ എന്നാൽ തന്നെയും that are difficult to propagate through conventional means. സോ കൺവെൻഷണൽ മീനിലൂടെ നമുക്കത് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇൻവിട്രോ റീജനറേഷൻ ആണ് കൂടുതലും ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു ടെക്നിക്ക് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഭയങ്കര ഡിഫിക്കൽട്ട് മെത്തേഡാണ് ഇൻവിട്രോ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം ഡിസീസ് ഫ്രീ കണ്ടീഷനിൽ ചെയ്തെടുക്കുക, കാര്യം അത്രയും നമ്മൾ നോക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ചില പ്ലാന്റ്സുകൾ മാത്രമേ ചെയ്യാറുള്ളൂ, എല്ലാം ചെയ്യാറില്ല. എന്നാൽ തന്നെയും കൺവെൻഷണൽ മീനിനേക്കാൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ഇൻവിട്രോ റീജനറേഷൻ ആണ്. നെക്സ്റ്റ് ഇസ് ക്രയോ ബാങ്ക് ഫോർ കൺസർവേഷൻ ആണ്. സോ ഇതൊരു ക്രയോ പ്രിസർവേഷൻ മെത്തഡാണ് പ്ലാന്റ് സെല്ലുകളെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം സ്റ്റോറേജ് ചെയ്യണമല്ലോ. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ഓവം, സ്പേം ഒക്കെ നമ്മൾ ലോങ് ടേമിൽ ചെയ്യാറില്ല. അതിൻ്റെ ഒരു പരിപാടി തന്നെയാണ് നമ്മൾ പ്ലാന്റ് സെൽസുകൾ നമ്മൾ ലോങ് ടേമിൽ വെക്കുകയാണ് ചെയ്യുക. സോ ടെമ്പറേച്ചർ ഉണ്ട്, നമ്മൾ ബേസിക്കലി ലിക്വിഡ് നൈട്രജനിലാണ് വെക്കുക. -196 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ചെയ്യുന്നു. അപ്പോൾ സീറോ മെറ്റബോളിസം ആയിരിക്കും. അവിടെ പ്ലാന്റിനോ ടിഷ്യൂനോ ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. എല്ലാ മെറ്റബോളിക് എഫക്റ്റുകളെയും അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ തന്നെ വളർത്തിയെടുക്കുന്ന ഒരു പരിപാടിയാണ് ക്രയോ ബാങ്ക് ഫോർ കൺസർവേഷൻ കേട്ടോ. സോ ഇത് രണ്ടും ഒരു സിമ്പിൾ ടെക്നിക്കാണ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയുവാണെന്നെങ്കിൽ ലോ ടെമ്പറേച്ചർ ജേം പ്ലാസ്മ സ്റ്റോറേജ്. സോ ബേസിക്കലി പ്രിസർവേഷൻ ഓഫ് പ്ലാന്റ് ടിഷ്യൂ അറ്റ് ലോ ടെമ്പറേച്ചർ കൊണ്ടുവരുന്നു. -10 to -20 ഡിഗ്രി സെൽഷ്യസ് തിരിഞ്ഞു പോകുന്നുണ്ട്. ലോ ടെമ്പറേച്ചറും നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രിസർവേഷനും ക്രയോ ബാങ്ക് പ്രിസർവേഷനും ഇതും തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ. സോ ഇത് ഷോർട്ട് ടേം ഡ്യൂറേഷനിലാണ് ചെയ്യുക, ആബ്സെൻസ് ഓഫ് ഐസ് ക്രിസ്റ്റലൈസേഷൻ കേട്ടോ. സോ ടെമ്പറേച്ചർ മൈനസ് ആയി കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ.
സീഡ് സ്റ്റോറേജ് മൊഡ്യൂൾസുകളുണ്ട്. സോ നമ്മൾ നോർമലി -80°C അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സീഡുകൾ സ്റ്റോർ ചെയ്യുന്ന പരിപാടിയാണ്. സോ ആഫ്റ്റർ ഓൾട്ടറിങ് ദർ മോയ്സ്ചർ കണ്ടന്റ് 5 to 8%. സോ ഇതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് വെച്ചാൽ 5 to 8% ആയിരിക്കും. -80° അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നു. നെക്സ്റ്റ് വൺ ഈസ് ലോ പ്രഷർ സ്റ്റോറേജ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, നമ്മുടെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാളും കുറച്ച് കൊണ്ടുവരുന്നുള്ളതാണ്. സോ ഷോർട്ട് ഓർ ലോങ് ടേമിൽ നമുക്ക് വെക്കാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ലോ ഓക്സിജൻ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പേര് പറയുന്ന പോലെ ലോ ഓക്സിജനിൽ കൊണ്ടുവരുന്നത് 260 mmHg ലൈക്ക് ബൈ ആഡിങ് ഗ്യാസ് ലൈക്ക് നൈട്രോജൻ പോലുള്ള ഗ്യാസ് കൊണ്ടുവന്നിട്ട് ലോ പ്രഷർ സ്റ്റോറേജിൽ കൊണ്ടുവരുന്നു. ഓക്സിജൻ ലെവൽ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നു. അപ്പം ഇത് നമ്മൾ ഒന്ന് ക്രയോ പ്രിസർവേഷൻ പറഞ്ഞു, ലോ ടെമ്പറേച്ചർ പറഞ്ഞു, -10 to 20° പറഞ്ഞു, സീഡ് സ്റ്റോറേജ് മൊഡ്യൂൾ പറഞ്ഞു, -8° അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചറിൽ വെക്കുന്നു. മോയ്സ്ചർ കണ്ടന്റ് 5 to 8% ആയിരിക്കണം. ഇനി ലോ പ്രഷർ സ്റ്റോറേജ് പറഞ്ഞു, 260 mmHg ആയിരിക്കും. ആൻഡ് പ്ലസ് നൈട്രോജൻ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. സോ സിമ്പിൾ കാര്യങ്ങളാണ്, ഭയങ്കര എളുപ്പമാണ് ഈ ടോപ്പിക്ക്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത്രയും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക, നോട്ട്സും കൂടെ നോക്കുക, റെഫറൻസ് എടുക്കുക, സെറ്റഡ് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് കാണാം. ബൈ.